our channel Dental School. ഇന്ന് നമ്മുടെ വീഡിയോ ഓറൽ ഹൈജീൻ മെയിൻ്റനൻസിനെ കുറിച്ചാണ്. അഥവാ നമ്മുടെ ദന്തശുചിത്വം എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ബ്രഷിങ്. ദിവസം 2 നേരമെങ്കിലും നമ്മൾ ബ്രഷ് ചെയ്യാൻ നോക്കുക. ആൻഡ് നമ്മൾ ബ്രഷ് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് ടൈപ്പ് ഓഫ് ബ്രഷ്. ഹാർഡ്, മീഡിയം, സോഫ്റ്റ് അല്ലെങ്കിൽ അൾട്രാ സോഫ്റ്റ് എന്നിങ്ങനെ 4 ടൈപ്സ് ഓഫ് ബ്രഷസ് ആണ് ഷോപ്സിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ ഹാർഡ് ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ പല്ല് തേയ്മാനം വരാൻ സാധ്യതയുണ്ട്. മീഡിയം ആൻഡ് സോഫ്റ്റ് ബ്രഷ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. മോണരോഗം അല്ലെങ്കിൽ ഗം ബ്ലീഡിംഗ് ഉള്ളവരൊക്കെ നിർബന്ധമായിട്ടും സോഫ്റ്റ് ഓർ അൾട്രാ സോഫ്റ്റ് ബ്രഷ് നോക്കി വാങ്ങണം. 2 മിനിറ്റ് സമയം എടുത്തിട്ടെങ്കിലും ബ്രഷിങ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പല്ലിൻ്റെ എല്ലാ സൈഡിലും ബ്രഷ് തട്ടിയെന്ന് ഉറപ്പാക്കണം. ടൂത്ത് പേസ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഫ്ലൂറൈഡ് കണ്ടന്റ് ഉള്ളത് നോക്കി വാങ്ങിക്കുക. അത് പല്ലിനെ സംരക്ഷിക്കാനും പല്ലിൻ്റെ കേടുകളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ബ്രഷിങ് ചെയ്യുമ്പോൾ ബ്രഷ് ഒന്ന് ചെരിച്ച് പിടിച്ചിട്ട് ഒരു 45 ഡിഗ്രി ആംഗിൾ സർക്കുലർ മോഷനിൽ വേണം ബ്രഷ് ചെയ്യാനായിട്ട്. 3 മാസം കൂടുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രഷ് ചേഞ്ച് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അതിൻ്റെ ബ്രിസിൽസൊക്കെ കേടായതോ പൊട്ടിപ്പോയതൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും മാറ്റണം. പിന്നെ യൂസ് ചെയ്യേണ്ടതാണ് ടങ് ക്ലീനർ. ബ്രഷിങ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ടങ് ക്ലീനിങ്. ബ്രഷ് ചെയ്യണ കൂടെ തന്നെ ടങ് ക്ലീനിങ്ങും ഡെയിലി ഒരു ഹാബിറ്റാക്കി മാറ്റുക. അടുത്തതാണ് ഡെൻ്റൽ ഫ്ലോസ്. ഡെൻ്റൽ പ്ലാഗ് അല്ലെങ്കിൽ പല്ലുകൾക്കിടയിലുള്ള ഫുഡ് വേസ്റ്റ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലോസ് യൂസ് ചെയ്യുന്നത്. ദിവസം 1 തവണയെങ്കിലും ഫ്ലോസിങ് ചെയ്യാൻ നോക്കണം. ഒരിക്കലും ഒരു നീഡിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ടൂത്ത് പീക്സ് ഓർ ത്രെഡ്സ് ഒന്നും യൂസ് ചെയ്യരുത്. അത് പല്ലിൻ്റെ മോണകളെ ബാധിക്കും. 4th ടിപ്പ് ഈസ് യൂസ് ഓഫ് മൗത്ത് വാഷ്. ഒരു തറോ ക്ലീനിങ്ങിന് വേണ്ടിയിട്ടാണ് മൗത്ത് വാഷ് യൂസ് ചെയ്യുന്നത്. ഡെൻ്റൽ പ്ലാഗ് ആൻഡ് ജേംസ് അതിനൊക്കെ റിമൂവ് ചെയ്യാൻ മൗത്ത് വാഷ് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഒരു ഫ്രഷ് ബ്രെത്ത് കിട്ടാനും മോണകളെ സംരക്ഷിക്കാനും മൗത്ത് വാഷ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് മസാജിങ് യുവർ ഗംസ്. മിക്ക ആൾക്കാർക്കും അറിയാത്തൊരു കാര്യമാണ് ഗം മസാജ്. അതായത് നമ്മുടെ വിരൽ യൂസ് ചെയ്തിട്ട് തന്നെ മോണ മസാജ് ചെയ്യണത് നല്ലതാണ്. മസാജ് ചെയ്യുമ്പോൾ മോണയോടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടും. അങ്ങനെ വരുമ്പോൾ മോണകൾക്ക് വരാനുള്ള രോഗങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല മോണയുടെ ഹെൽത്തിനെ അത് ഇമ്പ്രൂവ് ചെയ്യാനും സാധിക്കും. പിന്നെ സ്മോക്കിംഗ്, ടൊബാക്കോ യൂസ് ഇതൊക്കെ നിർബന്ധമായിട്ടും ഒഴിവാക്കാൻ നോക്കുക. അത് പല്ലിലെ കറകൾക്കും മോണരോഗങ്ങൾക്കും വഴിയുണ്ടാക്കും. സിവിയർ ആയി കഴിഞ്ഞാൽ ലേറ്റർ ഓൺ ഓറൽ ക്യാൻസർ വരെ ഉണ്ടാവാം. അടുത്തതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഫുഡ് ഡയറ്റ്. ഹെൽത്തി ഫുഡ് അല്ലെങ്കിൽ ഫൈബർ കണ്ടന്റ് ആയിട്ടുള്ള ഫുഡ്സൊക്കെ മാക്സിമം ഉൾപ്പെടുത്താൻ നോക്കുക. സ്റ്റിക്കി ഫുഡ്സ് അല്ലെങ്കിൽ ഷുഗർ കണ്ടന്റ് ആയിട്ടുള്ള ഫുഡ്സൊക്കെ അധികം കഴിക്കാതിരിക്കുക. കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ക്ലീൻ ചെയ്യാനും മറക്കരുത്. ലാസ്റ്റ് ഡെൻ്റൽ ടിപ്പാണ് യൂസ് ഓഫ് ഷുഗർ ഫ്രീ ചൂയിങ്. അപ്പോൾ ഭക്ഷണശേഷം ഷുഗർ ഫ്രീ ആയിട്ടുള്ള ചൂയിങ് കഴിക്കണം നല്ലതാണ്. ചൂയിങ് ചെയ്യുമ്പോൾ നമ്മുടെ വായിലെ സലൈവ പ്രൊഡക്ഷൻ കൂടും. സലൈവ പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞാൽ അത് വായിലെ ഫുഡ് വേസ്റ്റ്, ഡെബ്രിസ്, ജേംസ് അതൊക്കെ വാഷ് ഔട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ വായിലെ അസിഡിറ്റിനെ ന്യൂട്രലൈസ് ചെയ്യാനും സാധിക്കും. ഈ 7 കാര്യങ്ങൾ നമ്മുടെ ഡെയിലി ലൈഫിൽ എന്തായാലും ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക. 6 മാസം കൂടുമ്പോൾ ഒരു ഡെൻ്റൽ ചെക്കപ്പ് നിർബന്ധമായിട്ട് ചെയ്യുക. ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. Thank you.